വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് റൊമാൻറ്റിക് പീരീഡിലെ കൾച്ചർ ആൻഡ് സൊസൈറ്റി. ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള കൾച്ചറും സൊസൈറ്റിയും എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ദ റൊമാൻറ്റിക് പീരീഡ് എന്നുള്ളത് റിയാക്ഷൻ എഗെയിൻസ്റ്റ് എൻലൈറ്റ്മെൻറ്റിനെതിരായിട്ടുള്ള റിയാക്ഷനാണ് റൊമാൻറ്റിക് പീരീഡ് എന്നുള്ളത്. എംബസൈസ് ചെയ്യുന്നുള്ളത് ഇമോഷൻ, ഇൻഡ്യൂഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽസ് കണക്ഷൻ ടു നാച്ചർ ആൻഡ് ദ പാസ്റ്റ്. ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്, while also reflect ചെയ്യുന്നുള്ളത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ് ലൈക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻസ്. കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റൊമാൻറ്റിക് പീരീഡ് എന്നുള്ളത് റിബല്യൻ എഗെയിനിസ്റ്റ് റാഷണലിസം ആൻഡ് എൻലൈറ്റ്മെൻറ്റ്. റൊമാൻറ്റിസിസം റിജക്റ്റ് ചെയ്യുന്നുണ്ട് എംബസിസ് ഓൺ റീസൺ ആൻഡ് scientific objectivity that characterized the enlightenment, instead valuing emotion, intuition and imagination. ഇമോഷനും ഇൻഡ്യൂഷനും ഇമാജിനേഷനും വാല്യൂ ചെയ്യുന്നതിന് പകരം എൻലൈറ്റ്മെൻറ്റ് ക്യാരക്ടറൈസ് ചെയ്തുകൊണ്ടുള്ള സയൻറ്റിഫിക് ഒബ്ജക്റ്റിവിറ്റി, റീസണൊക്കെ എംബസൈസ് ചെയ്യുന്നുള്ളത് റൊമാൻറ്റിസിസം റിജക്റ്റ് ചെയ്യുന്നുണ്ട്. റൊമാൻറ്റിക് ആർട്ടിസ്റ്റും റൈറ്റേഴ്സും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ദ ബ്യൂട്ടി ആൻഡ് പവർ ഓഫ് നാച്ചർ. അതുപോലെ തന്നെ പലപ്പോഴും പോർട്രേറ്റ് ചെയ്യുന്നുള്ളത്, ചിത്രീകരിക്കുന്നുള്ളത് ഇറ്റ് ആസ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് സ്പിരിച്വൽ കണക്ഷൻ. റൊമാൻറ്റിസിസം എന്നുള്ളത് പലപ്പോഴും ലുക്ക്ഡ് ബാക്ക് ടു ദ മിഡിൽ ഏജസ് ഓർ അതർ ഹിസ്റ്റോറിക്കൽ പീരിയഡ്സ് ആസ് എ റൊമാൻറ്റിസൈസ്ഡ് ഇറ ഓഫ് ഷിവൽറി, ഹീറോയിസം ആൻഡ് എ ക്ലോസർ കണക്ഷൻ ടു നാച്ചർ. റൊമാൻറ്റിസിസം എംബസൈസ് ചെയ്യുന്നുള്ളത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് യുണീക്ക് എക്സ്പീരിയൻസസ്, ഇമോഷൻസ് ആൻഡ് പേഴ്സ്പെക്റ്റീവ്സ്. അതുപോലെ തന്നെ പലപ്പോഴും എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീംസ് എന്നുള്ളത് തീംസ് ഓഫ് സെൽഫ് ഡിസ്കവറി ആൻഡ് റിബല്യൻ. അതുപോലെ തന്നെ ഈ ഒരു പീരീഡ് എന്നുള്ളത് മാർക്ക്ഡ് ബൈ സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അപ്ഹീവൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണത്, ഇൻക്ലൂഡിങ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ, വിച്ച് ഇൻഫ്ലുവൻസ്ഡ് റൊമാൻറ്റിക് തീംസ് ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസ്, ഇൻഡസ്ട്രിയൽ അലിയനേഷൻ ആൻഡ് ദ സെർച്ച് ഫോർ എ മോർ നാച്ചുറൽ വേ ഓഫ് ലൈഫ്. റൊമാൻറ്റിസിസത്തിലുണ്ടായിട്ടുള്ള റൈസ് ഓഫ് ന്യൂ ലിറ്റററി ഷോണേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗോത്തിക് നോവൽ, ദ ഹിസ്റ്റോറിക്കൽ നോവൽ and the lyric poem, which allowed for the exploration of darker themes and emotions. ഈ ഒരു ഷോണസ് എന്ത് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഡാർക്കർ തീംസും ഇമോഷൻസും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഒരു ഷോണസ് കാരണം. അതുപോലെ തന്നെ റൊമാൻറ്റിക് പീരീഡിലുണ്ടായിട്ടുള്ള മറ്റൊരു റൈസാണ് നാഷണലിസ്റ്റിക് സെൻറ്റിമെൻറ്റ് റൈസ്. വിത്ത് ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് ഡ്രോ ചെയ്യുന്നുണ്ട് ഇൻസ്പിറേഷൻ ഫ്രം ദർ ഓൺ കൾച്ചർ ആൻഡ് ട്രഡീഷൻസ്. റൊമാൻറ്റിക് പോയറ്റ്സിലും ഓതേഴ്സിലും മോസ്റ്റ് പ്രൊമിനൻ്റ് ആയിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സിൻ്റെ നെയിമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വില്യം വേർഡ്സ്വർത്ത്, പേഴ്സി ഷെല്ലി, ലോർഡ് ബൈറൺ, ജോൺ കിഡ്സ്, മേരി ഷെല്ലി ആൻഡ് വില്യം ബ്ലേക്ക്. ഇവരൊക്കെയാണ് റൊമാൻറ്റിക് പീരീഡിലെ മോസ്റ്റ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഓതേഴ്സും പോയറ്റ്സും എന്നുള്ളത്. കുറച്ച് ആർട്ടിസ്റ്റിൻ്റെ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആർട്ടിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റൊമാൻറ്റിക് തീംസ് ആയിട്ടുള്ള നാച്ചർ, ഇമോഷൻ, അതുപോലെ തന്നെ സബ്ലൈം ഇൻ ദർ പെയിൻറ്റിങ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. കുറച്ച് മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കമ്പോസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ന്യൂ ഇമോഷണൽ ഡെപ്ത് ആൻഡ് എക്സ്പ്രസീവ് പോസിബിലിറ്റീസ് ഇൻ ദർ മ്യൂസിക്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ലെഡ് ടു റാപ്പിഡ് അർബനൈസേഷൻ, ന്യൂ ടെക്നോളജീസ്, സോഷ്യൽ ഇനിക്വാലിറ്റീസ്. ഇത് പലപ്പോഴും റൊമാൻറ്റിക് റൈറ്റേഴ്സും ആർട്ടിസ്റ്റും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ എന്നുള്ളത് വിത്ത് ഇറ്റ്സ് ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി ഇൻസ്പയർഡ് ചെയ്യുന്നുള്ളത് റൊമാൻറ്റിക് ഐഡിയൽസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണ്. റൊമാൻറ്റിക് പീരീഡ് കാണുന്നുള്ള മറ്റൊരു റൈസ് എന്നുള്ള റൈസ് ഓഫ് നാഷണലിസ്റ്റിക് സെൻറ്റിമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വിച്ച് ഇൻഫ്ലുവൻസ്ഡ്, ഈ ഒരു നാഷണലിസ്റ്റിക് സെൻറ്റിമെൻറ്റ്സ് എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് ആർട്ടും ലിറ്ററേച്ചറും പൊളിറ്റിക്സും ആണ്. അബോലിഷൻ ഓഫ് ദ സ്ലേവ് ട്രേഡ് ഇൻ ദ ബ്രിട്ടീഷ് എംപയറിലുണ്ടായിട്ടുള്ള അബോലിഷൻ ഓഫ് ദ സ്ലേവ് ട്രേഡ് മാർക്കഡ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് സ്ലേവറി. ഈ ഒരു അബോലിഷൻ ഓഫ് ദ സ്ലേവ് ട്രേഡ് കാരണം ആ ഒരു ബ്രിട്ടനിലുണ്ടായിട്ടുള്ള സ്ലേവറി എൻഡ് ചെയ്തിട്ടുണ്ട്. എ കോഴ്സ് ദാറ്റ് ഗെയിൻഡ് മൊമെൻറ്റം ഡ്യൂറിങ് ദ റൊമാൻറ്റിക് പീരിയഡ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക.